കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് നിസ്സാരമായി നൽകിയതിൽ നെഹ്റുവിനെ കടന്നാക്രമിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കച്ചദ്വീപിനെ നെഹ്റു ഒരു ബാധ്യതയായി കണ്ടുവെന്ന ജയശങ്കറിന്റെ വിമർശനം. കോൺഗ്രസിന്റെ തെറ്റായ നയം മൂലം കഴിഞ്ഞ 20 വർഷത്തിൽ 6184 ഭാരതീയ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുത്തതായും ജയശങ്കർ പ്രതികരിച്ചു. രാവിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട വിദേശകാര്യമന്ത്രി ഭാരതത്തിന്റെ ഭൂപ്രദേശമായ കച്ചദ്വീപ് എങ്ങനെ ശ്രീലങ്കയ്ക്ക് കോൺഗ്രസ് കൈമാറിയെന്നതിന്റെ ചരിത്രം വിശദീകരിച്ചു. പ്രദേശം ശ്രീലങ്കയ്ക്ക് വിട്ടുനൽകാനായിരുന്നു നെഹ്റുവിന് താൽപര്യം. നെഹ്റു ദ്വീപിനെ പാഴ്ഭൂമിയായാണ് വിശേഷിപ്പിച്ചത്. ഇന്ദിരയുടെ കാലത്ത് 1974 ഇന്ത്യ ശ്രീലങ്ക മാരിടൈം കരാറിന് കീഴിൽ കച്ചദ്വീപ് ശ്രീലങ്കൻ പ്രദേശമായി അംഗീകരിച്ചു. In 1974, India and Sri Lanka in June 1974 concluded an agreement where they drew their maritime boundary. And in drawing the maritime boundary, Kachativu was put on the Sri Lankan side of the boundary. 1976 ഇരു രാജ്യങ്ങളും തമ്മിൽ മറ്റൊരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്ത് നിന്നും മീൻ പിടിക്കുന്നത് തടയുന്നതായിരുന്നു ഈ ഉടമ്പടി. ഇന്ന് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക ഉപദ്രവിക്കുന്നതിന്റെ കാരണം ഈ കരാറെന്ന് ജയശങ്കർ വ്യക്തമാക്കി. കഴിഞ്ഞ 20 വർഷത്തിൽ മാത്രം 6184 ഭാരതീയ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്തു. 1000-ലധികം മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിപ്പിച്ചതായും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. In the last 20 years, 6184 Indian fishermen have been detained by Sri Lanka. 6184. And in the same period, 1175 fishing vessels, Indian fishing vessels, have been seized, detained, apprehended by the Sri Lankans. So this is really today the background. This is the issue that we are discussing. കോൺഗ്രസും അന്ന് തമിഴ്നാട്ടിൽ അധികാരത്തിലിരുന്ന DMK-യുമാണ് കച്ചദ്വീപ് പ്രശ്നത്തിന്റെ ഉത്തരവാദികളെന്ന് ജയശങ്കർ വിമർശിച്ചു. അതേസമയം കച്ചദ്വീപ് തെരഞ്ഞെടുപ്പ് പ്രശ്നമല്ലെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ പാർലമെന്റിൽ പലതവണ കച്ചദ്വീപുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.